എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ഒരുപാട് നമസ്കാരം. ഞാനിന്നിപ്പോൾ ഒരു വീഡിയോ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ അത് വേറൊന്നുമല്ല. ഞാനിങ്ങനെ ഫോൺ കണ്ട് പോയപ്പോഴത്തേക്ക് ഒരു 2-3 വീഡിയോകൾ കണ്ടു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ടാണ് ആ വീഡിയോ ഇതിനകത്തേക്ക് ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആരും എന്നെ കടലാസ് ഹിന്ദു എന്ന് വിളിച്ചിട്ട് വരരുത് പ്ലീസ്, അപേക്ഷയാണ്. അങ്ങനെ വിളിച്ചിട്ട് ആരും വരരുത്. ശരിക്കും ഞാനൊരു ഹൈന്ദവ സ്ത്രീ തന്നെയാണ്, ഹിന്ദു മതത്തിലാണ് വിശ്വസിക്കുന്നത്. എന്നാലും എനിക്ക് ചുറ്റുമുള്ള മറ്റ് മതങ്ങളോടും എനിക്ക് വിശ്വാസവും സ്നേഹവും ഭക്തിയും ഒക്കെ തന്നെ ഉണ്ട്. ഞാൻ എൻ്റെ മതത്തിൽ നിന്ന് തന്നെ മറ്റുള്ള മതങ്ങളെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ആരെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കാതെ തന്നെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഒക്കെയാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് കരുതി ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ശ്രീകോവിലിനുള്ളിൽ മറ്റൊരാൾ കയറി അവിടെ ഞാൻ പറഞ്ഞില്ലേ ദഫ്മുട്ട് പോലത്തെ സംഭവങ്ങളൊക്കെ നടത്തിയ അത് ക്ഷമിക്കാനൊന്നും എനിക്ക് പറ്റില്ല. അത് ഞാൻ ഇവിടെ തന്നെ തുറന്ന് പറയാം. അതുപോലെ ജസ്ന സലീം കാണിച്ച ആ ഒരു സംഭവം, ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറി കേക്ക് കട്ട് ചെയ്തതും അവിടെ തല്ലുണ്ടാക്കിയതും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ക്ഷമിക്കാനോ സഹിക്കാനോ ഒന്നും പറ്റില്ല. എന്നാൽ മറ്റു മതങ്ങളെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഒക്കെ എനിക്ക് കഴിയും. ഞാൻ എൻ്റെ ചാനലിൽ കൂടി ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ അല്ലെങ്കിൽ മതങ്ങളെയോ അതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളെ ബോഡി ഷേമിങ് ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഞാനതൊന്നും ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. അനാവശ്യമായിട്ട് എന്നെ വന്ന് ചൊറിയുകയാണെങ്കിൽ ഞാൻ നന്നായിട്ട് മാന്തി പറിച്ചങ്ങ് വിടും. അത് വേറൊരു കാര്യം. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഞാനിങ്ങനെ നോക്കിപ്പോയപ്പോഴത്തേക്ക് എനിക്കിങ്ങനെ ഇന്ന മതം എന്നൊന്നുമില്ല, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെയുള്ള അതായത് നമ്മൾ കണ്ടിട്ടില്ലാത്ത ചില സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാണാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. അത് ഈ ഇസ്ലാം മതം എന്നല്ല, ഈ പറയുന്നത് പോലെ ക്രിസ്ത്യൻ മതത്തിൻ്റേതായാലും ഞാൻ അതുമൊക്കെ കാണാറുണ്ട്. എനിക്കിഷ്ടമാണ് അതൊക്കെ കാണാനായിട്ട്. സമയം കിട്ടുമ്പോഴൊക്കെ ഈ കുഞ്ഞു കുഞ്ഞു ഷോർട്സും അതുപോലെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും ഒരു കൗതുകം തോന്നുന്ന കാര്യമാണെങ്കിൽ ഞാൻ അതെടുത്ത് നോക്കുക തന്നെ ചെയ്യും. അതിലെനിക്കൊരു മടിയും തോന്നാറില്ല. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഞാൻ പറയുമ്പോഴത്തേക്ക് കുറേ ആളുകൾ പറയും നീയും ജസ്നയും തമ്മിൽ എന്താണ് വ്യത്യാസം, ഇത് നിൻ്റെ ബിസിനസ് അല്ലേ. പലരും പറയുന്നത് ഇപ്പോൾ അങ്ങനെയായിരിക്കും, ഇത് നിൻ്റെ ബിസിനസ് അല്ലേ, നിൻ്റെ ചാനലിൽ വന്നിട്ട് നീ ഹിന്ദു മതത്തെയും സപ്പോർട്ട് ചെയ്തിട്ട് ഇസ്ലാം മതത്തെയും കൂടി സപ്പോർട്ട് ചെയ്യുമ്പോൾ നിനക്ക് ഒരുപാട് വ്യൂസ് വരാനും സബ്സ്ക്രൈബർ കൂടാനും വേണ്ടിയിട്ട് നീ കാണിക്കുന്ന ഒരു അടവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇതിലിപ്പോൾ ആളുകളെല്ലാം വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കമൻറ്റ് ചെയ്യുന്നവരടുത്ത് എനിക്ക് പറയാനായിട്ട് ഒന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എൻ്റെ ചാനലിൽ കിടക്കുന്നത് കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കാണാതിരിക്കുക, അത്രേ പറയാനൊക്കൂ. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ എനിക്കിപ്പോൾ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ നിങ്ങളുടെ അതായത് മറ്റൊരു മതത്തിൻ്റെ വീഡിയോ എടുത്ത് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതലും മറ്റു മതക്കാരെ എതിർത്ത് വീഡിയോ ചെയ്യുകയാണെങ്കിലായിരിക്കും എനിക്ക് കൂടുതൽ വ്യൂസും സബ്സ്ക്രൈബറും ഒക്കെ കട്ട സപ്പോർട്ടൊക്കെ എനിക്ക് കിട്ടുന്നത്. അത് മതപരമായിട്ടാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടായാലും എങ്ങനെയായാലും. പക്ഷെ ഞാനത് ആഗ്രഹിക്കുന്നില്ല. എനിക്ക് വിമർശിക്കാൻ തോന്നുകയാണെങ്കിൽ ഞാൻ വിമർശിക്കും, അത് ഏതറ്റം വരെ വേണേലും ഞാൻ വിമർശിക്കും. പക്ഷേ എന്ന് കരുതിയിട്ട് ഞാൻ ആരെയും മനഃപൂർവ്വം മോശക്കാരാക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, ഒരു മതക്കാരെ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഞാൻ തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ഷേത്രത്തിനകത്ത് ഉള്ള സമ്മാന കൂപ്പണിൽ ബീഫും മീനും ചിക്കനും മട്ടനും ഒക്കെ വച്ചിട്ടൊരു സമ്മാന കൂപ്പൺ. ഇന്ന് വരെ നമ്മളാരും കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല ഇങ്ങനെയൊക്കെ സമ്മാന കൂപ്പൺ ഉള്ളത്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമായില്ല. അങ്ങനെ ഞാൻ പ്രതികരിച്ചു. അതുപോലെയൊക്കെയുള്ള നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് പ്രതികരിക്കുന്ന ആളും തന്നെയാണ്. പക്ഷേ ഈ വീഡിയോ ഇഷ്ടമായതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന, എന്നെ സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയുള്ള ആളുകൾക്കായിട്ട് മാത്രം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുകയാണ്. അത് കണ്ടിട്ട് എന്നെ ആരും ചൊറിയാനും മാന്താനും ഒന്നും വരരുത്. കാരണം ഈ ഒരു വീഡിയോ ഇഷ്ടമാവാത്തവരത് കാണാതിരിക്കുക, അത്രേ പറ്റൂ. കാരണം ഞാൻ സംസം കിണറിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ കുറേ ആളുകൾക്കൊക്കെ എന്നോട് വിരോധമായി. കുറേ ആളുകളൊക്കെ പറഞ്ഞു ഞാൻ കടലാസ് ഹിന്ദു ആണ്, പേരിന് മാത്രമേ ഹിന്ദു ആയിട്ടുള്ളൂ എന്ന്. ആദ്യം അങ്ങനെ പറയുന്ന എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഒന്നേ ഉള്ളൂ, ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ
ആരെയും ദ്രോഹിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല. അതാണ് ഹൈന്ദവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവരാരെയും ദ്രോഹിക്കാനോ വെറുക്കാനോ ഇഷ്ടപ്പെടുന്നില്ല. മറ്റു മതങ്ങളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനുമാണ് ഹിന്ദുമതം നമ്മെ പഠിപ്പിക്കുന്നത്. വലിയ വായിലൊന്നും പറയാൻ വേണ്ടിയിട്ടുള്ള വലിയ പാണ്ഡിത്യമോ അറിവോ ഒന്നും ഉള്ള ആളല്ല ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എന്നെ പഠിപ്പിച്ചതും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാൽ മറ്റു മതങ്ങളെയും നമ്മൾ സ്നേഹിക്കുക, അവരെയും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. ഇനി ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ആരെയും പരസ്പരം കരിവാരി തേക്കാതെയും മറ്റുള്ളവരെ ദ്രോഹിക്കാതെയും ഇരിക്കുക. എൻ്റെ ചാനലിൽ വന്ന് എന്നെ കുറേയേറെ മുസ്ലിം സഹോദരങ്ങൾ തെറി വിളിക്കാറുണ്ട്. അതേപോലെ തന്നെ കുറേ ആളുകൾ എന്നെ സ്നേഹിക്കാറുമുണ്ട്, സപ്പോർട്ട് ചെയ്യാറുമുണ്ട്. രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്, അത്രയേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളിലും നല്ല ആളുകളും മോശം ആളുകളും ഉണ്ട്. അത് കുറേയേറെ ഹൈന്ദവർ എനിക്ക് ഒരുപാട് സപ്പോർട്ടാണ്, കട്ട സപ്പോർട്ടാണ്. എന്നാൽ കുറേയേറെ ആളുകൾ ഹൈന്ദവർ തന്നെ എന്നെ തെറി വിളിക്കാറുമുണ്ട്. പക്ഷേ എൻ്റെ ചാനലിൽ ഇതുവരെയും ഒരു ക്രിസ്ത്യൻസിൻ്റെ ഒരു തെറിയും ഞാൻ കേട്ടില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇതുവരെയും അങ്ങനെ ഒരാളുടെ കമൻറ്റ് ഞാൻ കണ്ടില്ല. ഇനി എൻ്റെ ശ്രദ്ധയിൽ പെടാത്തതാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ പറയാനുള്ളത് വേറൊന്നുമല്ല, ഈ ഒരു വീഡിയോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഷോർട്സാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ഇങ്ങനത്തെ വീഡിയോകളൊന്നും. അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തപ്പോഴത്തേക്ക് ഈ ഭൂമിയുടെ അടിയിലുള്ള ഒരു ഗുഹയുടേത്, ഒരു പള്ളി, ഭൂമിയുടെ അടിയിലുള്ള ഗുഹകൾ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. ക്ഷേത്രങ്ങളും കണ്ടിട്ടുണ്ട്, പോലത്തെ എന്നല്ല, ക്ഷേത്രങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഭൂമിക്കടിയിലുള്ള ഒരു പള്ളി എന്ന് പറയുമ്പോൾ അത് ആദ്യമായിട്ടായിരുന്നു കണ്ടിരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് അതെനിക്കൊരു ഭയങ്കര കൗതുകവും ആശ്ചര്യവും ഒക്കെ തോന്നി. അങ്ങനെയാണ് ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കുന്നത് തന്നെ, ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് തന്നെ. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും അതുപോലെ 2 വീഡിയോകളൂടി കയറി വന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളാരും അങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ അധികം അങ്ങനെ ഇസ്ലാമിക വീഡിയോ ആയാലും മറ്റൊന്നും അങ്ങനെ അധികം എടുക്കാറില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സമയം കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ന്യൂസായിരിക്കും കൂടുതലും. സത്യസന്ധമായിട്ട് പറയാമല്ലോ, അപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ന്യൂസായിരിക്കും കൂടുതലായിട്ട് നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് എടുക്കുന്നത്, സത്യസന്ധമായിട്ട് പറയാം. അപ്പോഴത്തേക്ക് പക്ഷേ ഈ പറയുന്ന ആ ഒരു പള്ളിയുടെ പടം ഞാൻ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് കുറേ ഇങ്ങനെയുള്ള വീഡിയോകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ട, ഒരുപാട് ഇഷ്ടം തോന്നിയ ഒരു 2-3 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നോട് നേരത്തെ തന്നെ ഞാൻ ഇതുപോലെ തന്നെ സംസം കിണറിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ തന്നെ കുറേ ഇസ്ലാമിക സഹോദരങ്ങൾ വന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ നീ കാണിക്കേണ്ട കാര്യം എന്താ? നിന്നെ ഇതിന് ആരെങ്കിലും നിയോഗിച്ചിട്ടുണ്ടോ? ഇതിനൊക്കെ നിൻ്റെ ആവശ്യം എന്താണ്? നീ ഇതൊന്നും കാണിക്കാതെ തന്നെ ഞങ്ങൾക്കിതൊക്കെ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയുള്ള സഹോദരങ്ങൾ ആരും കാണാനായിട്ട് വരണ്ട കേട്ടോ. ഇത് എനിക്ക് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ ഇട്ടുന്നേ ഉള്ളൂ. കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി കേട്ടോ. താല്പര്യമില്ലാത്തവരാരും കാണണ്ട. ഒരുപാടൊന്നുമില്ല, ഒരു 1.5 മിനിറ്റ് മാത്രമുള്ളൊരു കുഞ്ഞു ക്ലിപ്പാണ്. അതിടണമെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് ഈ വീഡിയോയിലേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ ധാരാളം പള്ളികൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഭൂമിക്കടിയിൽ അണ്ടർഗ്രൗണ്ടിൽ നിർമ്മിക്കപ്പെട്ട വളരെ മനോഹരമായൊരു പള്ളിയുണ്ട്. അൾജീരിയയിലെ അൽബയാൻ എന്ന സ്ഥലത്താണ് ഈ പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഏകദൈവ വിശ്വാസികളുടെ പള്ളി എന്ന അർത്ഥത്തിലുള്ള മസ്ജിദുൽ മുവഹിദീൻ എന്നാണ് ഈ പള്ളിക്ക് പേര് നൽകപ്പെട്ടിട്ടുള്ളത്. 1930-ൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ബാഹൂസ് എന്ന വ്യക്തിയാണ് ഈ പള്ളി നിർമ്മിക്കുന്നത്. ഈ രീതിയിൽ ഭൂമിക്കടിയിലായി ഇങ്ങനെയൊരു രഹസ്യ മസ്ജിദ് പണിയാൻ പ്രത്യേകം ഒരു കാരണമുണ്ടായിരുന്നു. ഫ്രഞ്ച് കൊളോണിയലിസത്തിന്റെ കാലത്ത് ഇസ്ലാമിക കെട്ടിടങ്ങൾ ധാരാളമായി തകർക്കപ്പെട്ടുകൊണ്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ബാഹൂസ് ഇങ്ങനൊരു പള്ളിയെക്കുറിച്ച് ചിന്തിക്കുന്നതും നിർമ്മിക്കുന്നതും. ഫ്രഞ്ച് അധികാരികൾ ഈ മസ്ജിദിനെ കുറിച്ച് പിന്നീട് അറിയുകയും അന്വേഷണങ്ങൾക്ക് ശേഷം ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. പിന്നീട് അൾജീരിയൻ വിമോചന വിപ്ലവം ആരംഭിച്ച വർഷമായ 1954-ൽ അദ്ദേഹത്തെ നാടുകടത്തുകയും ചെയ്തു. വളരെ വ്യത്യസ്തമായ രീതിയിൽ നിർമ്മിക്കപ്പെട്ട ഈ പള്ളിയിലേക്ക് ഇപ്പോഴും ധാരാളം സന്ദർശകർ വരാറുണ്ട്. ഏറെ പവിത്രമായ പരിശുദ്ധ റമദാൻ മാസത്തിലാണ് ഈ പള്ളിയിൽ കൂടുതൽ സമയം